അത് പെർഫെക്റ്റ് മീൻ കിട്ടി. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വന്നിരിക്കുന്നത് ഒരു വ്ളോഗുമായിട്ടാണ്. വീക്കെൻഡ് ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഈ സ്വീഡനിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഫിഷിങ്ങിന് പോകുന്നത്. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും ആ ഫിഷിങ്ങിന് പോകുമ്പോൾ ഉള്ളൊരു ഫീൽ എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ പോയിട്ടുള്ളത് ഒരു ചെറിയ ചെറിയ കുളങ്ങളായിട്ട് ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് പോയിട്ടുള്ളത്. കൂടുതൽ വിശദമായിട്ട് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഫിഷിങ്ങിന് പോകുന്നതിന് മുന്നായിട്ട് ശനിയാഴ്ച നമ്മൾ ഫിഷിംഗ് റോഡ് മേടിക്കാനായിട്ട് പോവാണ്. അപ്പം ഇവിടെ ബിൽട്ടിമ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ റോഡ് മേടിക്കാനായിട്ട് പോകുന്നത്. പല ടൈപ്പിലുള്ള റോഡ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഒരുപാടങ്ങ് വലിയ മീൻ പിടിക്കുന്നതല്ല, അത്യാവശ്യം മീഡിയം ആയിട്ട് വരുന്നൊരു പാക്കറ്റാണ് വാങ്ങിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ ശനിയാഴ്ച ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കടയിലെത്തിയിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ റോഡ് മേടിക്കാനായിട്ട് കടയിൽ വന്നു. അപ്പോൾ ഇവിടെ റോഡിൻ്റെ അറ്റത്ത് മീൻ പോലെ ഇരിക്കുന്ന ഇതാണ് നമ്മൾ ഇടുന്നത്. അതിന് പകരം നമുക്ക് റിയൽ ആയിട്ടുള്ള പുഴു, അതായത് വേംസിനെയും ഇട്ട് നമുക്ക് പിടിക്കാം. അപ്പോൾ ഈ പാക്കറ്റാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ റോഡും അതുപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു പാക്കറ്റാണ്. അപ്പോൾ ഇതുപോലെ വലിയ മീനിൻ്റെ രൂപങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വലിയ വലിയ മീനുകളൊക്കെ പിടിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് വലിയ മീനുകൾ കിട്ടുന്നൊരു കുളമാണ്. അപ്പോൾ നമ്മൾ ആ കടയിൽ നിന്ന് വരുന്ന വഴി കൺട്രി സൈഡൊക്കെ ചുമ്മാ ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ ജാക്കറ്റും തൊപ്പിയൊക്കെ മസ്റ്റായിട്ട് ഇടേണ്ട ഒരവസ്ഥയാണ്. സമ്മറൊക്കെ മാറിയിട്ട് നന്നായിട്ട് തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഞായറാഴ്ചയാണ് നമ്മൾ ഫിഷിങ്ങിനായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒരു 10 മണി സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ നല്ല വെയിലാണ്, നല്ല ക്ലിയർ സ്കൈ ആണ്, പക്ഷേ നല്ല തണുപ്പാണ്. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് ദൂരമാണുള്ളത്. സോദ്ര സാൻബി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. റോഗ്ലെ ഡാമർ എന്നാണ് നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മളവിടെ എത്തി, പെട്ടെന്ന് തന്നെ എത്തി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന കുളങ്ങൾ. വലിയ 5 കുളങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു പാർക്കിംഗ് ആണുള്ളത്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇവിടെ മാത്രമല്ല പാർക്കിംഗ് ഉള്ളത്, ഈ കുളത്തിൻ്റെ അങ്ങേയറ്റം ഒക്കെ പാർക്കിംഗ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു റിസപ്ഷൻ പോലെ സംഭവം ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് രജിസ്റ്റർ ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ ഈസി ആയിട്ട് ഉള്ളത്. അപ്പോൾ ഇതുപോലെ 5 കുളങ്ങളാണുള്ളത്. അതിൻ്റെ സൈഡിലൂടെ നമുക്ക് നടന്ന് പോകാനായിട്ട് ചെറിയ ചെറിയ വഴികളുണ്ട്. ഇതൊരു പ്രകൃതി സംരക്ഷണ മേഖലയാണ്. അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള മാലിന്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വളരെ നീറ്റായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ആയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ സൈഡിലായിട്ട് ഗ്രില്ല് ചെയ്യാനായിട്ട് ഉള്ള ഗ്രില്ല് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയറുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ ചെറിയ ചെറിയ വീട് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് റെസ്റ്റൊക്കെ എടുക്കാനുള്ള സംഭവങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ ഉള്ള ഈ പോണ്ടിൽ വലിയ മീനുകളാണുള്ളത്. സാൽമൺ പോലെയുള്ള മീനാണ് ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഫിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ടൈപ്പ് ഫിഷിംഗ് റോഡാണ് വേണ്ടത്. പക്ഷെ നമ്മൾ നോർമൽ ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ ചെറിയൊരു വീട് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു റിസപ്ഷൻ പോലെ 2 ആൾക്കാർ ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഫിഷിംഗ് ലൈസൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഒരാൾക്ക് 50 ക്രോൺസ് വെച്ചിട്ടാണ് അവർ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫിഷിംഗ് റോഡിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് അത് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അത് നിങ്ങളവിടെ അന്വേഷിക്കാം. അപ്പോൾ നമ്മൾ ചെന്ന് കയറുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. വലിയ മീനുകളെ പിടിച്ചുകൊണ്ട് ആൾക്കാർ നിൽക്കുന്ന ഫോട്ടോസ്. അപ്പോൾ സ്വീഡനിൽ തന്നെ റെക്കോർഡ് വലുപ്പത്തിലുള്ള മീനൊക്കെ കിട്ടിയിട്ടുള്ളത് ഇവിടുന്നാണ് എന്ന് അവർ പറഞ്ഞു.
അതുപോലെ തന്നെ മീൻ പിടിക്കാനായിട്ട് 2-3 ദിവസമായിട്ട് അവിടെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യുന്ന ആൾക്കാരെ നമ്മളവിടെ കണ്ടു. അപ്പോൾ അവർക്കൊക്കെ 2 ദിവസം കൂടുമ്പം ഒരു മീൻ അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് മീൻ കിട്ടാനായിട്ട്. നമ്മൾ മീൻ കിട്ടുന്നൊന്നും യാതൊരു പ്രതീക്ഷയിലൂടെ അല്ല പോയത്. നമ്മൾ ജസ്റ്റ് അവിടെ പോയിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നമുക്ക് ഫിഷ് ചെയ്യാം. ഇവിടെ ഫിഷ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ പ്രത്യേകതരം ഒരു ഫിഷിംഗ് റോഡാണ് അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ നോക്കിയില്ല, അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അതുപോലെ തന്നെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനുള്ള സൗകര്യവും ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യവും ഇതിൻ്റെ സൈഡിലായിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ നല്ലൊരു വഴിയാണ്, ചെറിയൊരു വഴിയാണ്. അവിടെ ആപ്പിൾ മരങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ 2ാമത്തെ കുളത്തിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇതുപോലെ അരയന്നങ്ങളുണ്ട്. അവരും മീൻ പിടിക്കുകയാണ്. നല്ല രസമാണ് അവർ മീൻ പിടിക്കുന്നത് കാണാനായിട്ട്. അവർ തല ഫുള്ളായിട്ട് അതിലേക്ക് ഇറക്കിയിട്ട് മീൻ പിടിക്കുന്നത് കാണാൻ നല്ല രസമാണ്. വൈറ്റ് കളറും അതുപോലെ തന്നെ ഗ്രേ കളറിലും 2 അരയന്നങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ചൂണ്ടയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പായലാണ് കിട്ടിയത്. വളരെ ബുദ്ധിമുട്ടാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെ കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. എങ്കിലും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ കാണുന്നത് ഒരു ടെൻ്റാണ്. അവിടെ ഒരു അങ്കിള് ഒരു 3 ദിവസമായിട്ട് അവിടെ സ്റ്റേ ആണ്. പുള്ളിക്കാകെ 2 മീനാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. പുള്ളി അവിടെ ചൂണ്ടയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെ നമ്മളവിടെ കണ്ടു. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ നമ്മളെ ഹെൽപ്പൊക്കെ ചെയ്യും, ടിപ്സൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും വേറെ സ്ഥലത്തേക്ക് പോയി. അവിടെ പോയപ്പോൾ നമ്മൾ ഒരാളെ കണ്ടു. അപ്പം ആ പുള്ളി നമുക്ക് റിയൽ ആയിട്ടുള്ള വേംസിനെ തന്നു. അപ്പോൾ റിയൽ ഫീഡ് ഇട്ട് കൊടുത്താലേ മീൻ അതിൽ കൊത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിട്ടും നമ്മൾ ട്രൈ ചെയ്തു. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒരു മീൻ പോലും കിട്ടിയില്ല. എന്നാലും നമ്മൾ ഇനിയും പോകും. മീൻ കിട്ടുന്നതിലല്ല കാര്യം, നമ്മൾ ആ പോകുന്നൊരു ഫീൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്നൊരു നല്ലൊരു രസമാണ് മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു 2:30 സമയമായപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോഴത്തേക്ക് നന്നായിട്ട് തണുപ്പൊക്കെ കൂടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ ഫുഡ് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് കഴിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ വൈകിട്ടത്തേക്കും ആ ഫുഡ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം മൺഡേ. അപ്പോൾ ഈ ശനി ഞായർ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, റെസ്റ്റും അതുപോലെ തന്നെ ഈ ഫിഷിങ്ങുമായിട്ട് അങ്ങനെ പോയി. അപ്പം മൺഡേ രാവിലെ നമ്മൾ ഒരു 7 കാലമായപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മക്കളെ ഒരുക്കിയിട്ട്. അപ്പോൾ 2 പേരും ഇന്ന് കുറച്ച് നേരത്തെയാണ്. അതുകൊണ്ട് ആദ്യം മുത്തിൻ്റെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ 2 പേരുടെ പൊന്നിൻ്റെ സ്കൂളിലേക്ക് പോവാണ്. വീടിൻ്റെ തൊട്ടടുത്താണ് പ്രീ സ്കൂളും അതുപോലെ തന്നെ സ്കൂളും പ്രീ സ്കൂളും ഓപ്പോസിറ്റാണ്. 2 പേരും വേറെ വേറെ സ്കൂളിലായതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ പോയെങ്കിലേ അവരെ സമയത്ത് 2 സ്കൂളിലേക്ക് ആക്കാനായിട്ട് പറ്റുള്ളൂ. രാവിലെ നല്ല സണ്ണൊക്കെ ഉണ്ട്. മിക്ക ദിവസങ്ങളിലും മൂടിക്കെട്ടിയ ഒരവസ്ഥയാണ്. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് സണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ സണ്ണുള്ള സമയത്ത് നമ്മൾ കുറച്ച് വെയിൽ കൊള്ളാറുണ്ട്. അപ്പോൾ ഇവിടെ വെയിൽ വളരെ വിരളമായിട്ടാണ് ഇനി വിൻ്ററിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു 15 മിനിറ്റിൻ്റെ പാർക്കിംഗ് ടൈം സെറ്റ് ചെയ്തിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികളെ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്കൂളാണ് റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് പ്രീ സ്കൂളാണ്. ഇതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് LIS എന്ന് എഴുതുന്നത് ഇൻ്റർനാഷണൽ സ്കൂളാണ്. അപ്പോൾ ഇവരുടെ മുത്തിൻ്റെ സ്കൂളെന്ന് പറയുന്നത് നീണ്ടു നിവർന്ന് ഇങ്ങനെ ആ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് കിടക്കുന്നൊരു വലിയൊരു പ്രീ സ്കൂളാണ്. അപ്പോൾ ഇന്ന് കുറച്ച് സമയമുള്ളത് കൊണ്ട് പൊന്നും കൂടെ വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മുത്തിനെ കൊണ്ടുവിടും, ഹസ്ബൻഡ് പൊന്നിനെ കൊണ്ടുവിടും. അതുപോലെ മുത്തിൻ്റെ സ്കൂളാണ് ഇത്. അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വലിയൊരു പാർക്കുണ്ട്. അതൊരു പാർക്കല്ലായിരുന്നു, പണ്ട് അവിടെ ഒരു ചേർച്ചായിരുന്നു. ചേർച്ചോ അല്ലെങ്കിൽ കാസിലോ എന്നൊക്കെ പറയുന്നൊരു വലിയൊരു കൊട്ടാരമായിരുന്നു അവിടെ. ആ കൊട്ടാരം പിന്നീട് ഇടിച്ച് നിരത്തി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് മറ്റൊരു വ്ളോഗിൽ പറയാം. അവിടെ പോയിട്ട് ഒത്തിരി ഹിസ്റ്ററി ഉള്ളൊരു പാർക്കാണ് അത്. അപ്പം മുത്തിൻ്റെ സ്കൂളിലേക്ക് വരാനായിട്ട് 2 എൻട്രൻസ് ആണുള്ളത്. ഒന്നിതും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ കൂടെ വേറെ ഒന്നുമുണ്ട്. അവർക്ക് കളിക്കാനായിട്ട് ഒത്തിരി ഏരിയ ഒക്കെ ഉണ്ട്. അതുപോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ കുന്നുകൾ അങ്ങനെയൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സ്കൂളിന് മുന്നിലായിട്ടൊരു ആപ്പിൾ മരമുണ്ട്, നന്നായിട്ട് ആപ്പിൾ പിടിച്ച് കിടപ്പുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് ആപ്പിൾ ഉണ്ടെങ്കിലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ആപ്പിളിൻ്റെ ടേസ്റ്റ് അല്ല, കുറച്ച് പുളിയൊക്കെ ആയിട്ട് ഉള്ളൊരു ഇതാണ്. പക്ഷേ ചില ആപ്പിളിനൊക്കെ നല്ല മധുരമാണ്. ഇതും ഒരു ചെറിയ ടൈപ്പ് ആപ്പിളാണ്.
അപ്പോൾ ഇവിടെ 7:30 സമയത്താണ് മുത്തിൻ്റെ സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിന് മുന്നായിട്ട് 7:20 ആകുമ്പോഴത്തേക്ക് നമ്മളവിടെ കൊണ്ടുവിടണം. നേരെ പോകുന്നതാണ് പൊന്നിൻ്റെ സ്കൂള്. ഇതൊരു വലിയ സ്കൂളാണ്. കുറച്ച് നടക്കണം അവരുടെ സെക്ഷനിലേക്ക് പോകാനായിട്ട്. അപ്പം അങ്ങ് അറ്റം കാണുന്നതാണ് പൊന്നിൻ്റെ സെക്ഷൻ. അപ്പോൾ രാവിലെ തന്നെ ഇവർ കഴിക്കാനായിട്ട് പോകും. അപ്പം കുട്ടികളെല്ലാം ഡ്രസ്സ് ചെയ്ത് ജാക്കറ്റൊക്കെ ഇട്ട് വേറൊരു ഹാളിലാണ് അവർ കഴിക്കുന്നത്. കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ ആണ് കഴിക്കുന്നത്. അങ്ങനെ രണ്ടാളെ സ്കൂളിലൊക്കെ വിട്ടു വന്നതിന് ശേഷം ഒരു 7:45 ആകുമ്പോഴത്തേക്ക് എത്തും. ഇനിയാണ് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഫിഷിങ്ങിനൊക്കെ പോയിട്ട് ആകെ ടയർഡായിരുന്നു. അപ്പോൾ 8 മണി ആയിട്ടുണ്ട്. സാധാരണ 7:45 മുന്നായിട്ട് നമ്മൾ എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മൾ രാവിലെ ബോട്ടിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയമില്ലാത്ത ദിവസങ്ങളിൽ മിക്കവാറും ഞാൻ ഓട്സ് സ്മൂത്തി ആയിരിക്കും. എന്നുമല്ല, നമ്മളിപ്പം ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ദോശമാവൊക്കെ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതെടുക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് സ്മൂത്തി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓട്സ് ഒന്ന് സോക്ക് ചെയ്ത് എടുക്കും. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഓട്സാണ് എടുക്കുന്നത്. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളത് 10 മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കും. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളൊരു പകുതി പഴമാണ് എടുത്തിരിക്കുന്നത്. മുഴുവനുള്ള ഒരു പഴം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒരുപാട് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പകുതി എടുക്കുക. ഇതിലേക്ക് 2 ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഫ്രോസൺ ആയിട്ടുള്ള റാസ്ബെറിയാണ് എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ബെറീസ് എടുക്കാറുണ്ട്. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഫ്ലാക്സ് സീഡ്സ് 1 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മത്തങ്ങയുടെ അരിയാണ്. അതുപോലെ തന്നെ കുറച്ച് ചിയ സീഡ്സ് 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിയ സീഡ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ലോ ഫാറ്റ് ആയിട്ടുള്ള കേർഡാണ് ചേർക്കുന്നത്. വളരെ കുറച്ച് മാത്രം ചേർക്കുക. ബാക്കി ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കും. റാസ്ബെറിയുടെ പുളി ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഡേറ്റ്സും ബനാനയും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ മധുരം വേറെ ചേർക്കരുത്. ഇങ്ങനെ തന്നെ നല്ല മധുരമാണ്. നല്ല തിക്കായിട്ടുള്ള സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് യോഗേർട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളത്തിലും ഇത് എടുക്കാവുന്നതാണ്. ഇതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് സൺഫ്ലവർ സീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ കടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. കുറച്ച് ചിയ സീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. ഇനി ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ചാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിച്ചടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് കിനോവ അല്ലെങ്കിൽ കിൻവ എന്ന് പറയുന്ന എടുത്തിട്ടുണ്ട്. ഇത് മൾട്ടി കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3 കളറുള്ളത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് സാധാരണ സെയിം കളറിനെക്കാട്ടിലും. ഇനി ഇതിലേക്ക് നമ്മൾ അത്രയും തന്നെ ചെറുപയർ തൊലി കളഞ്ഞതാണ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. യെല്ലോ മൂങ് ദാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഒരു 15 മിനിറ്റ് നേരം കുതിർക്കാനായിട്ട് വെക്കുക. അതിനുശേഷം കിൻവ നന്നായിട്ട് കൈവച്ചിട്ട് ഞെരടി കഴുകി ഊറ്റി ഇതുപോലെ എടുക്കുക. ഇന്ന് സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് ഇരുന്നൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഇതില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് 9 മണി സമയമാകുമ്പോഴത്തേക്ക് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഒരു പ്രഷർ കുക്കർ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. നെയ്യിൽ ചെയ്യുമ്പോഴാണ് കിച്ചടിക്ക് നല്ല ടേസ്റ്റ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ 3-4 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്. ഇതിലേക്ക് ഇനി നമ്മൾ ഒരു വറ്റൽമുളകും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഈ ഉള്ളി എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയോടൊപ്പം തന്നെ ഒരു നുള്ളു കുരുമുളക് പൊടി. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ്. കായവും അതുപോലെ നെയ്യും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റാം. ഒരുപാട് എണ്ണയൊന്നും വേണമെന്നില്ല. ഒരേ ഒരു ടീസ്പൂൺ നെയ്യ് മാത്രം മതി.
അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന കിൻവ അതുപോലെ തന്നെ ചെറുപരിപ്പ് ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിന് മുൻപ് ഒരു ഓട്സ് കിച്ചടിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുള്ളതാണ്. അതിനേക്കാട്ടിലും ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതിലേക്ക് നമ്മളിനി ഒരു 2.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. വെള്ളം ആവശ്യത്തിന് എടുക്കുക. നമ്മളിവിടെ ഇപ്പം 2 അരക്കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2.5 കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് 1 വിസിലാണ് അടിക്കേണ്ടത്. 1 വിസിൽ കൂടുതൽ വേണ്ട, 1 വിസിൽ മതിയാകും. അപ്പോൾ അതവിടെ വേവുന്ന സമയം കൊണ്ട് കുറച്ച് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുകയാണ്. 2 ദിവസമായിട്ട് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എങ്കിലും നമ്മുടെ ടേബിളിലിരിക്കുന്ന കുറച്ച് ചെടികൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം. ഇനി ഇവിടെ തണുപ്പൊക്കെ തുടങ്ങാൻ പോവാണ്, അപ്പോൾ ചെടികളൊക്കെ പോയിട്ട് എല്ലാം പോകും. അപ്പോൾ നമ്മുടെ ചീരത്തൈയൊക്കെ നമ്മൾ മാറ്റിയായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മുളകും തൈ നട്ടു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ മുളക് നമ്മൾ വാങ്ങിച്ച മുളകാണ്. അതുപോലെ തന്നെ അകത്തുള്ള ചെടികൾക്കും കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇന്നത്തെ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പുതിയ റെസിപ്പി വീഡിയോകളും വ്ളോഗുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്